ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് അപ്രത്യക്ഷമായോ അതോ രാജിവെച്ചോ? പല ഊഹാപോഹങ്ങൾ ലോകമെങ്ങും പ്രചരിക്കുന്നുണ്ട്. ചൈനീസ് രാഷ്ട്രീയത്തിൽ വിദഗ്ധനായ ആദിൽ ബ്രാർ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് അധികാരം വിടുന്നില്ലെന്നും ചൈനയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പറയുകയാണ്. കൂടുതൽ അറിയാൻ ഈ വീഡിയോ നിങ്ങൾ കാണുക. അതിലൂടെ ചൈനയിലെ ആഭ്യന്തരമായി അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളും സൈന്യത്തിലെ അഴിച്ചുപണികളും ഷി ജിൻപിങ്ങിൻ്റെ തിരോധാനവുമൊക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. സമീപ ദിവസങ്ങളിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിൻ്റെ പെട്ടെന്നുള്ള തിരോധാനത്തെക്കുറിച്ച് നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെതിരെ പാർട്ടിയിൽ ചില കലാപങ്ങൾ ഉയരുന്നതായി ആഗോള മാധ്യമ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ ചൈനീസ് പ്രസിഡന്റ് ഗുരുതരമായ ചില അസുഖങ്ങൾ നേരിടുന്നുണ്ടെന്നും അതിനാൽ അദ്ദേഹം പൊതുജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നില്ലെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. എന്നിരുന്നാലും ഈ റിപ്പോർട്ടുകളെല്ലാം വായിച്ചതിന് ശേഷം നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ ചൈനയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് നിലവിൽ എന്താണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ ശരിക്കും കാണാനില്ലേ? ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻപിങ് ആദ്യമായി ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന സംഘടനകൾക്ക് കൂടുതൽ അധികാരം കൈമാറിയതായി സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് രാജ്യത്ത് ഒരു അട്ടിമറിയുടെ സൂചനയായി കണക്കാക്കപ്പെട്ടു. ഇതിനു പുറമെ അടുത്തിടെ ബ്രസീലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഷി ജിൻപിങ് പങ്കെടുക്കാതിരുന്നതോടെ അദ്ദേഹത്തിൻ്റെ അഭാവത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും ശക്തമായി. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ശരിക്കും ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? എല്ലാ ആശയക്കുഴപ്പങ്ങളും നീക്കിക്കൊണ്ട് ചൈനീസ് രാഷ്ട്രീയത്തിൽ വിദഗ്ധനായ ആദിൽ ബ്രാർ ഷി ജിൻപിങ് അധികാരം വിട്ട് എങ്ങോട്ടും പോകുന്നില്ലെന്ന് പറഞ്ഞു. പകരം 72-കാരനായ പ്രസിഡന്റ് മുമ്പത്തെ പോലെ ബെയ്ജിങ്ങിൽ തൻ്റെ ജോലി ചെയ്യുകയാണ്. മറ്റ് നേതാക്കൾക്ക് ചില രാഷ്ട്രീയ അധികാരങ്ങൾ കൈമാറുന്നത് ഷി ജിൻപിങ്ങിൻ്റെ രാഷ്ട്രീയ പതനമല്ലെന്നും ആദിൽ വ്യക്തമാക്കുന്നു. ഷി ജിൻപിങ്ങിനെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. ഇത് ഷിയെയും അദ്ദേഹത്തിൻ്റെ ആധിപത്യ സംവിധാനത്തെയും കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഷി തൻ്റെ കൂട്ടാളികൾക്ക് കൂടുതൽ അധികാരം കൈമാറുകയാണ് എന്ന് കരുതി അദ്ദേഹം അധികാരത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകുന്നില്ല. ചൈനീസ് സംവിധാനത്തിൽ അധികാര കേന്ദ്രീകരണവും അതിൻ്റെ തിരഞ്ഞെടുത്ത അവകാശങ്ങൾ അടുത്ത വ്യക്തികൾക്ക് കൈമാറുന്നതും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് ആദിൽ ബ്രാർ പറയുന്നു. സൈനിക ശുദ്ധീകരണത്തിനും സാമ്പത്തിക വെല്ലുവിളികൾക്കുമിടയിൽ ഒരു മാസത്തിനിടെ 2 തവണ മാത്രം വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ട ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അധികാരം മാറ്റമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂടിയത്. മുൻ പ്രസിഡന്റ് ഹു ജിൻടാവോയുടെ സഖ്യകക്ഷികൾ സ്വാധീനം നേടുന്നതായി ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. ഷി തൻ്റെ 2ാം നമ്പർ പ്രീമിയറായ ലീ ക്യുവാങ്ങിന് ഭരണത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം നൽകുകയാണ്. രാജ്യത്തെ മാധ്യമങ്ങളിൽ നിന്ന് ഇങ്ങനെ വിട്ടുനിൽക്കുന്നത് ഷീക്ക് സാധാരണഗതിയിലുള്ളതല്ല, അസാധാരണമാണെന്ന് തന്നെ പറയാം. ജൂൺ 20 ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായുള്ള കൂടിക്കാഴ്ചയുടെ ക്ലിപ്പിന് ശേഷം ജൂൺ 24 അദ്ദേഹം സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി സംവദിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ഇതിനു മുമ്പ് ജൂൺ 4 മുതൽ അദ്ദേഹം ഒരു ദേശീയ മാധ്യമ കവറേജിൽ നിന്നും വിട്ടുനിന്നിരുന്നു. അന്നായിരുന്നു അദ്ദേഹം സോങ്നാൻഹായിൽ ബെലാറഷ്യൻ പ്രസിഡന്റ് അലക്സാണ്ടർ ലുകാഷെങ്കോയെ കണ്ടത്. അതേസമയം ചൈനയുടെ സൈന്യം വൻതോതിലുള്ള ശുദ്ധീകരണവും ആഭ്യന്തര അഴിച്ചുപണികളും നേരിടുന്നതിനാൽ ഷി അധികാരത്തിലുള്ള തൻ്റെ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നിരവധി ഉന്നത ജനറൽമാരെയും പ്രതിരോധ ഉദ്യോഗസ്ഥരെയും പുറത്താക്കുകയോ ചിലർ മിസ്സിംഗ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഹൂവിൻ്റെ സഹായികൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്വാധീനം നേടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണിത്. ദേശീയ മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരാഗോള നേതാവ് പെട്ടെന്ന് പൊതുജനങ്ങളുടെ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ സ്വാഭാവികമായും അത് ആഗോള ശ്രദ്ധയെ ആകർഷിക്കുന്നു. ബ്രിക്സ് ഉച്ചകോടിയിൽ നിന്ന് ഷിയുടെ അഭാവത്തിന് കാരണം ഷെഡ്യൂൾ കോൺഫ്ലിക്റ്റ് എന്നാണ് ബെയ്ജിങ് പറയുന്നത്. US മേധാവിത്വം സന്തുലിതമാക്കാനുള്ള ശ്രമത്തിൽ ബെയ്ജിങ്
പ്രധാനമായി കാണുന്ന ഉയർന്ന സാധ്യതയുള്ള ഒരു ബഹുരാഷ്ട്ര യോഗമാണ് ബ്രിക്സ്. അതുകൊണ്ട് തന്നെ അതിലെ ഷിയുടെ അസാന്നിധ്യം അസാധാരണമാണ്. ചൈനയെ ഏറ്റവും വലിയ എതിരാളിയായി കാണുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ബ്രിക്സ് ഗ്രൂപ്പ് ഒരു വെല്ലുവിളിയാണ്. ബ്രിക്സിൻ്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് 10% അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ചൈനയുടെ ഉന്നത നേതൃത്വത്തിൽ ഒരു അധികാരമാറ്റം നടക്കുകയാണോ? ഷിക്ക് തൻ്റെ പിടി നഷ്ടപ്പെടുകയാണോ? ഷി എവിടെയാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹം പൊതുജനങ്ങളുടെ കാഴ്ചയിൽ നിന്ന് മാറി നിൽക്കുന്നത്? ബെയ്ജിങ്ങിലെല്ലാം ഓക്കെയാണോ? പെട്ടെന്ന് ഈ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതിൽ അത്ഭുതമേയില്ല. ഷി ജിൻപിങ് പൊതുജനങ്ങളുടെ മുന്നിൽ നിന്ന് എപ്പോഴാണ് അപ്രത്യക്ഷമായത്? ജൂലൈ 7 ഷി ജിൻപിങ്ങിനെ അവസാനമായി പൊതുവേദിയിൽ കണ്ടിട്ട് ഏകദേശം 2 ആഴ്ച തികയുന്നു. ഈ വർഷം അദ്ദേഹം തുടർച്ചയായി 3ാമത്തെ തവണയാണ് അസാന്നിധ്യത്തിലാകുന്നത്. ഈ അസാന്നിധ്യത്തിന് വിശദീകരണമൊന്നുമില്ലായിരുന്നു. പക്ഷേ അവ ചൈനയുടെ സൈനിക ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടതാണോ? കൂടാതെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലും സൂക്ഷ്മമായ മാറ്റങ്ങൾ നിരീക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ അധികാര പുനഃക്രമീകരണത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ഈ സംഭവ വികാസങ്ങൾ ആക്കം കൂട്ടി. മുൻ പ്രസിഡന്റ് ഹു ജിൻടാവോയുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, പ്രത്യേകിച്ച് ജനറൽ ഷാങ് യുക്സിയ, ടെക്നോക്രാറ്റ് വാങ് യാങ് എന്നിവർ സ്വാധീനം നേടുന്നതിനാൽ ഷി ജിൻപിങ്ങിൻ്റെ അധികാരത്തിലുള്ള പിടി ദുർബലമായേക്കാവുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഷി ജിൻപിങ്ങിൻ്റെ നിഗൂഢമായ അസാന്നിധ്യം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു? പൊതുപരിപാടികളിൽ നിന്നും ദേശീയ മാധ്യമങ്ങളിൽ നിന്നും ബ്രിക്സ് ഉച്ചകോടി പോലുള്ള നയതന്ത്ര പരിപാടികളിൽ നിന്നും ഷി ജിൻപിങ്ങിൻ്റെ ദീർഘകാല അസാന്നിധ്യത്തെ നിഗൂഢത നിറഞ്ഞത് എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ സാധിക്കൂ. 2013 ഷി അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 12 വർഷമായി ചൈനീസ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഒരു അജയ്യ നേതാവായാണ് ചിത്രീകരിക്കുന്നത്. ജൂൺ 24 സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഷി ജിൻപിങ് അവസാനമായി പീപ്പിൾസ് ഡെയിലിയുടെ 1ാം പേജിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് ഇംഗ്ലീഷ് ദിനപത്രമായ ദ ടെലിഗ്രാഫിലെ ഒരു റിപ്പോർട്ട് പറയുന്നു. 2017 മുതൽ അദ്ദേഹത്തിൻ്റെ ദൈനംദിന വാർത്താ റിപ്പോർട്ടിൽ നിന്നുള്ള അപൂർവ ഇടവേളയായിരുന്നു അത്. ഈ കാലയളവിൽ 2ാം നിര നേതാക്കളായ പ്രീമിയറായ ലീ കൊയാങ്ങും വൈസ് പ്രീമിയർ ഹൈ ലൈഫെങ്ങും ഉയർന്ന നയതന്ത്ര യോഗങ്ങൾ നടത്തി നേതൃത്വ ദിശയിൽ താൽക്കാലിക മാറ്റത്തിൻ്റെ സൂചന നൽകി. പ്രീമിയർ കൊയാങ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ജൂൺ 1 ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുകാഷെങ്കോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഷി വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോകമാധ്യമങ്ങൾ ഷിയുടെ ഒരു പ്രത്യേക സ്വഭാവവും സുരക്ഷാ സംവിധാനങ്ങൾ ഗണ്യമായി കുറഞ്ഞതും ശ്രദ്ധയിൽപ്പെട്ടു. അത് സാധാരണയുള്ള സുരക്ഷാ സന്നാഹങ്ങളുടെ വലിപ്പത്തിൻ്റെ പകുതി മാത്രമായിരുന്നു. ബയലോറഷ്യൻ പ്രസ് സർവീസും ഷിയെ ക്ഷീണിതനും പൊതുവെ സുഖമില്ലാത്തവനുമായി കാണപ്പെട്ടു എന്ന് വിശേഷിപ്പിച്ചു. നേരത്തെ ചൈനീസ് പ്രസിഡന്റിൻ്റെ കമാൻഡിംഗ് സാന്നിധ്യം എളുപ്പത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മറ്റു നയതന്ത്ര അപാകതകളും ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല. ഒരു പ്രക്ഷേപണത്തിനിടെ ചൈനീസ് സ്റ്റേറ്റ് ടെലിവിഷൻ ഷിയുടെ ഔദ്യോഗിക തലക്കെട്ടുകൾ ചുരുക്കമായി ഒഴിവാക്കിയതായി റിപ്പോർട്ടുണ്ട്. അഭൂതപൂർവമായ ഒരു വീഴ്ചയായിരുന്നു അത്, എന്നാൽ അത് പെട്ടെന്ന് ശരിയാക്കപ്പെട്ടു. എന്നിരുന്നാലും എല്ലാ സംഭവ വികാസങ്ങളും സംയോജിപ്പിക്കുമ്പോൾ അവ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആഭ്യന്തര കുഴപ്പത്തിൻ്റെ അടയാളമായി വ്യാഖ്യാനിക്കാം. ഷി ദുർബലനായി കാണപ്പെടുന്നു എന്നും ചൈനീസ് സൈനിക ശുദ്ധീകരണത്തിനിടയിൽ ഷിയുടെ അസാന്നിധ്യം വരുന്നു. പീപ്പിൾസ് ലിബറേഷൻ ആർമി കാര്യമായ പ്രക്ഷോഭങ്ങൾക്ക് വിധേയമായ സമയത്താണ് ഷിയുടെ ഈ അസാന്നിധ്യം. 2023 തുടക്കം മുതൽ ജനറൽ വീഡോ അദ്ദേഹം സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ വൈസ് ചെയർമാനാണ്. അതുപോലെ ജനറൽ മിയാവോ ഹുവ രാഷ്ട്രീയ പ്രവർത്തന മേധാവി, ജനറൽ ലിൻ സിയാങ് യാങ് ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡിൻ്റെ കമാൻഡർ തുടങ്ങിയ പ്രധാന വ്യക്തികളെ നീക്കം ചെയ്തതായി റിപ്പോർട്ടുണ്ട്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ എലൈറ്റ് റോക്കറ്റ് ഫോഴ്സും വെസ്റ്റേൺ തിയേറ്റർ കമാൻഡും നേതൃമാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നിലവിൽ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ്റെ ആദ്യ വൈസ് ചെയർമാനും മുൻ ഷി സഖ്യകക്ഷിയുമായ ജനറൽ ഷാങ് യുക്സിയ
നേതൃത്വത്തിൽ ഒരു പ്രധാന വ്യക്തിയാണെന്ന് തോന്നുന്നു. മുൻ പ്രസിഡന്റ് ഹു ജിൻടാവോയുടെ ഭരണകൂടവുമായി ബന്ധമുള്ള മുതിർന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തികളുടെ പിന്തുണയോടെ ഷാങ് PLAയുടെ മേൽ കൂടുതൽ നിയന്ത്രണം സ്ഥാപിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2013 മുതൽ നൂറുകണക്കിന് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും വിശ്വസ്തരെ നിയമിക്കുകയും ചെയ്തത് മുതൽ ഷിയുടെ സൈന്യത്തിൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഒരു മൂലക്കല്ലായിരുന്നു. ആരോപിക്കപ്പെട്ട ചില അച്ചടക്ക ലംഘനങ്ങൾ കാരണം പലപ്പോഴും പലരെയും പിരിച്ചുവിടുക, അതുപോലത്തെ ചില നടപടികൾ ഭീഷണികൾ ഇല്ലാതാക്കാൻ ഷീ നടത്തിയ ബോധപൂർവമായ ശ്രമങ്ങളോ പ്രധാന സ്ഥാപനങ്ങളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടമോ ആണെന്ന് സൂചിപ്പിക്കുന്നു. യഥാർത്ഥ അധികാരം ഹൂവിൻ്റെ വിഭാഗം പിന്തുണയ്ക്കുന്ന ജനറൽ ഷാങ് യൂക്സിയുടെ പക്കലാണെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഹു ജിൻടാവോ ബ്ലോക്കിൻ്റെ പുനരുജ്ജീവനമാണോ ഇപ്പോൾ സംഭവിക്കുന്നത്? 2022 20ാം പാർട്ടി കോൺഗ്രസിൽ മുൻ ചൈനീസ് പ്രസിഡന്റ് ഹു ജിൻടാവോ, അദ്ദേഹത്തിന് ഇപ്പോൾ 82 വയസ്സുണ്ട്. അദ്ദേഹം 2003 മുതൽ 2013 വരെ അധികാരത്തിലിരുന്നു. അദ്ദേഹത്തെ 2022 20ാം പാർട്ടി കോൺഗ്രസിൽ അപ്രതീക്ഷിതമായി ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഷി ജിൻപിങ്ങിൻ്റെ സമ്പൂർണ്ണ അധികാരത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് ഹു ജിൻടാവോയെ പുറത്താക്കിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞു. എന്നാൽ ദൃശ്യങ്ങൾ മറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പോകാൻ മടിച്ചു നിൽക്കുന്ന ഹു പേപ്പറുകൾക്കായി കൈനീട്ടുന്നതും ഷി ജിൻപിങ് തിരിഞ്ഞു നോക്കുന്നതും ആരും സഹായിക്കാൻ എത്താത്തതും എല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഹു പിന്മാറാനുള്ള വിമുഖത ആഗോള മാധ്യമങ്ങളും നിരീക്ഷകരും ശ്രദ്ധിച്ചു. പഴയ പ്രസിഡന്റിനെ ഷീ മാറ്റി നിർത്തുന്നതായി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. എന്നിരുന്നാലും സമീപകാല സംഭവ വികാസങ്ങൾ ഹൂവിൻ്റെ സ്വാധീനത്തിൻ്റെ പുനരുജ്ജീവനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഒരിക്കൽ പരിഗണിക്കപ്പെട്ടിരുന്ന പരിഷ്കരണ ചിന്താഗതിക്കാരനായ ടെക്നോക്രാറ്റായ വാങ് യാങ്ങിനെ ഷിയുടെ പിൻഗാമിയാകാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വാങ് ഹു ജിൻടാവോയുടെ ബ്ലോക്കിൽ നിന്നുള്ള ആളാണ്. ഹൂവിൻ്റെ പാരമ്പര്യത്തിൽ വേരൂന്നിയ വിപണി അനുകൂല സമീപനത്തെ പ്രതിനിധീകരിക്കുന്ന പരിഷ്കരണാധിഷ്ഠിത ഭാവി നേതാവായി വാങ് വളർന്നു വരുന്നുവെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ചൈനയുടെ നേതൃത്വ മാറ്റത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കാം? ചൈനയുടെ ആഭ്യന്തര വെല്ലുവിളികൾ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. യുവാക്കളുടെ തൊഴിലില്ലായ്മ 15%-ലധികമാണെന്നും റിയൽ എസ്റ്റേറ്റ് മേഖല സ്തംഭനാവസ്ഥയിലാണെന്നും ദേശീയ കടം $50 ട്രില്യൺ മുകളിൽ കുതിച്ചുയരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പ്രാദേശിക പ്രതിഷേധങ്ങളും ഫാക്ടറി അസ്വസ്ഥതകളും വളർന്നു വരുന്നതായും US-ഉമായുള്ള വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ വിദേശ നിക്ഷേപം കുറയുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ സാമ്പത്തിക ഘടകങ്ങൾ ഷിയെ രാഷ്ട്രീയ ഘടനകളെ പുനഃക്രമീകരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. എന്നാൽ അതേസമയം ഷിയുടെ കുറഞ്ഞ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ അധികാരത്തിനെതിരായ ആന്തരിക വെല്ലുവിളികളെ പ്രതിഫലിപ്പിക്കുന്നതായും ചില വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുതാര്യമല്ലാത്ത സംവിധാനം ഷി ഈ മാറ്റങ്ങൾ ആസൂത്രണം ചെയ്യുകയാണോ അതോ അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടുകയാണോ എന്ന് തിരിച്ചറിയുന്നത് പ്രയാസമാകുന്നു. ഈ ഘടകങ്ങൾക്കെല്ലാം ഇടയിൽ പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് ഷിയുടെ അസാധാരണമായ അഭാവം ചോദ്യങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അധികാരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പിടി അത്രയും ശക്തമാണോ എന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാം ഓക്കെ ആണോ എന്നും വരും ആഴ്ചകളിൽ മാത്രമേ വ്യക്തമാകൂ.